KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പുതുവത്സരത്തിൽ ഇരുട്ടടിയായി പാചകവാതക വിലയിൽ വൻ വർധന. വീരേന്ദ്രകുമാറിനെ ഇടതുമുന്നണിയിലേക്ക് നേരിട്ട് സ്വാഗതം ചെയ്ത് പിണറായി വിജയൻ, പിണക്കം മറന്ന് പഴയ കൂട്ടുകാർ. കണ്ണൂർ വിമാനത്താവളം പരീക്ഷണ പറക്കൽ പ്രഖ്യാപിത ദിനത്തിൽ പാവവിമാനം പറത്തി നാട്ടുകാരുടെ പ്രതിഷേധം. പുതുവത്സര ദിനത്തിൽ വാഹന നിയന്ത്രണ പരിഷ്കാരത്തിന് മികച്ച പ്രതികരണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രകൾ കുറക്കാനൊരുങ്ങുന്നു. അത്യാവശ്യ യാത്രകൾ മാത്രം മതിയെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര ദഅ്വാ സമ്മേളനത്തിന് മദീനത്തുന്നൂർ ഒരുങ്ങി. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിത്തുടങ്ങി. ഡൽഹി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമലക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. വാർത്തകൾ വിശദമായി. പുതുവത്സരത്തിൽ ഇരുട്ടടിയായി പാചകവാതക വിലയിൽ വൻ വർധന. ഗാർഹിക ഉപഭോഗത്തിനുള്ള സബ്സിഡി സിലിണ്ടറുകൾക്ക് 49 രൂപ 50 പൈസ കൂട്ടി. അതേസമയം 10 ലക്ഷം രൂപയ്ക്കുമേൽ വാർഷിക വരുമാനമുള്ളവർക്ക് ഇന്നു മുതൽ പാചകവാതക സബ്സിഡി ലഭിക്കില്ല. സബ്സിഡിയില്ലാത്ത സിലിണ്ടറുകൾക്ക് വില 673 രൂപ 50 പൈസയിലെത്തി. നികുതി കൂടി ചേർത്ത് 684 രൂപ 50 പൈസ നൽകണം. വാണിജ്യ ഉപഭോഗത്തിനുള്ള സിലിണ്ടറുകളുടെ വില 79 രൂപ വർദ്ധിപ്പിച്ചു. 1278 രൂപ 50 പൈസയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ ഇപ്പോഴത്തെ വില. വിലവർധനയ്ക്ക് കൃത്യമായൊരു കാരണം എണ്ണക്കമ്പനികൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം 10 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ളവർക്ക് ഇന്നു മുതൽ സബ്സിഡി ഉണ്ടാകില്ല. ആനുകൂല്യം അർഹരായവർക്ക് മാത്രം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രണം. സബ്സിഡിക്ക് അർഹരായവർ പാചകവാതകം ബുക്ക് ചെയ്യുമ്പോൾ 10 ലക്ഷത്തിൽ താഴെയാണ് വരുമാനമെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നൽകണം. ആദായനികുതി ബാധകമായ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിലധികം കണക്കാക്കിയവർക്കാണ് സബ്സിഡി ആനുകൂല്യം നഷ്ടമാകുക. ഉപഭോക്താവിനോ ദമ്പതികളിൽ ഒരാൾക്കോ 10 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുണ്ടെങ്കിലും സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ല. രാജ്യത്ത് നിലവിൽ 16,35,00,000 പാചകവാതക ഉപഭോക്താക്കളാണ് ഉള്ളത്. ഇതിൽ 14,78,00,000 ഉപഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്നുണ്ട്. സബ്സിഡി സ്വയം ഉപേക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി 52.5 ലക്ഷം പേരാണ് ആനുകൂല്യം വേണ്ടെന്ന് വെച്ചത്. MP വീരേന്ദ്രകുമാറിനെ ഇടതുമുന്നണിയിലേക്ക് നേരിട്ട് സ്വാഗതം ചെയ്ത് പിണറായി വിജയൻ. വീരേന്ദ്രകുമാറിനോട് വ്യക്തിപരമായി ഒരു ശത്രുതയുമില്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് തടസ്സമല്ലെന്നും MP വീരേന്ദ്രകുമാറിന്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്ത് പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. ശ്രീ വീരേന്ദ്രകുമാറിനോട് എനിക്ക് വ്യക്തിപരമായി ഒരുവിധ ശത്രുതയുമില്ല എന്നത് ആദ്യമേ തന്നെ വ്യക്തമാകട്ടെ. അദ്ദേഹത്തിന് എന്നോടും അങ്ങനെ തന്നെയാണ് എന്നതാണ് എന്റെ ഉറച്ച ധാരണ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെത്തണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. പരോക്ഷമായാണെങ്കിലും പരസ്യമായ ക്ഷണത്തോട് നേരിട്ട് പ്രതികരിക്കാൻ വീരേന്ദ്രകുമാർ തയ്യാറായില്ല. എങ്കിലും വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ടത് ചരിത്രപരമായ ബാധ്യതയാണെന്നും വീരേന്ദ്രകുമാർ പ്രതികരിച്ചു. വർഗീയതയ്ക്കെതിരായി ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന പരസ്യമായിട്ടുള്ള ഈ വെല്ലുവിളിക്കെതിരായി ചില യോജിപ്പുകൾ ആവശ്യമുണ്ട്. അതിൽ മുന്നണികൾ പ്രശ്നമല്ല. ആ യോജിപ്പിന്റെ മേഖല വളർത്തിയില്ലെങ്കിൽ ഇത് രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കില്ല. കണ്ണൂർ വിമാനത്താവളം പരീക്ഷണ പറക്കൽ പ്രഖ്യാപിത ദിനത്തിൽ പാവവിമാനം പറത്തി നാട്ടുകാരുടെ പ്രതിഷേധം. വിശദമായ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഡിസംബർ 31-ന് പരീക്ഷണ പറക്കൽ നടത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാവാത്തതിൽ പ്രതിഷേധിച്ച് കല്ലേരിക്കരയിൽ നാട്ടുകാർ റബ്ബർ പ്ലാസ്റ്റിക് വിമാനങ്ങൾ പറത്തി. നിർമ്മാണം പുരോഗമിക്കുന്ന മൂർക്കൻ പറമ്പിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഓരത്തു നിന്നാണ് നാട്ടുകാർ പ്രതീകാത്മകമായി വിമാനം പറത്തിയത്. വിമാനം ഇറക്കുമെന്ന് പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും അനുബന്ധ റോഡുകളോ അടിസ്ഥാന വികസനമോ എത്തിക്കാൻ തയ്യാറാകാതെ പൊതുസമൂഹത്തെ വഞ്ചിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് വിമാനം പറത്തലിന് നേതൃത്വം നൽകിയ മുൻ നഗരസഭാ കൌൺസിലർ AB പ്രമോദ്
പറഞ്ഞു. എന്തു പ്രതിബന്ധമുണ്ടെങ്കിലും ഡിസംബർ 31 തന്നെ പ്രഥമ വിമാനം മൂർഖൻ പറമ്പിൽ പറന്നിറങ്ങുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇത് മാറ്റിവെച്ചത് സമൂഹത്തെ അറിയിക്കുകയോ പുതിയ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ വിമാനം ഇറക്കി പ്രതിഷേധിച്ചത്. പരീക്ഷണ പറക്കലിനായി പദ്ധതി പ്രദേശത്ത് റൺവേ ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 2400 മീറ്റർ റൺവേയുടെ അവസാന കോൺക്രീറ്റ് പ്രവൃത്തികൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു. വകുപ്പ് മന്ത്രി കെ ബാബു ചൊവ്വാഴ്ച പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. ദിനംപ്രതി 20 മണിക്കൂറോളമാണ് വിവിധ ഷിഫ്റ്റുകളിലായി ഇപ്പോൾ മൂർഖൻ പറമ്പിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പുതുവർഷ ദിനത്തിൽ ഡൽഹിയിൽ ആരംഭിച്ച വാഹന നിയന്ത്രണ പരിഷ്കാരത്തിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അസാധ്യമെന്ന് കരുതിയ നേട്ടം ഡൽഹി കൈവരിച്ചിരിക്കുകയാണ്. ഈ യത്നത്തിൽ ഡൽഹി മറ്റു നഗരങ്ങൾക്ക് മാർഗദർശിയായിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നിയമപ്രകാരം ഒറ്റയക്കത്തിൽ അവസാനിക്കുന്ന കാറുകൾ മാത്രമായിരുന്നു ഇന്ന് നിരത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത്. ഇരട്ടയക്ക നമ്പറുള്ള അപൂർവം കാറുകൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. ഇവയുടെ ഡ്രൈവർമാരിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തു. ഒറ്റയക്ക നമ്പർ വാഹനത്തിന്റെ ഉടമയായ കെജ്രിവാൾ ഗതാഗത മന്ത്രി ഗോപാൽ രാജുമായും ആരോഗ്യമന്ത്രി സുധേന്ദ്ര ജെയിനുമായും ചേർന്ന് കാർ പൂളിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം മന്ത്രി കപിൽ മിശ്ര ബൈക്കിലാണ് ഓഫീസിലെത്തിയത്. പരിസ്ഥിതി മന്ത്രി ഇമ്രാൻ ഹുസൈൻ ഓട്ടോറിക്ഷയുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് അറിയിച്ചു. പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രകൾ കുറക്കാനൊരുങ്ങുന്നു. 2016 അത്യാവശ്യ വിദേശ പരിപാടികളും യാത്രകളും മാത്രം മതിയെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അധികാരത്തിലേറി 19 മാസങ്ങൾ പിന്നിടുമ്പോൾ 33 രാജ്യങ്ങളാണ് മോദി സന്ദർശിച്ചത്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വളരെ കുറച്ച് വിദേശ സന്ദർശനങ്ങൾ മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ വിദേശത്ത് നടക്കുന്ന സുപ്രധാന ഉച്ചകോടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മോദിയുടെ തുടർച്ചയായുള്ള വിദേശയാത്രകളെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. NRI പ്രധാനമന്ത്രി എന്നതടക്കമുള്ള പരിഹാസങ്ങളും മോദിക്കെതിരെ ഉയർന്നിരുന്നു. ഈ വർഷം ആദ്യം സൌദി അറേബ്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. മാർച്ചിൽ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്കും ആണവോർജ്ജ സുരക്ഷാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വാഷിംഗ്ടണിലേക്കും പോകും. 2016 രണ്ടാം പകുതിയിൽ സാർക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിലേക്കും യാത്രയുണ്ട്. ഇവയ്ക്കു പുറമെ അത്യാവശ്യം വേണ്ട വിദേശയാത്രകൾ മാത്രം നിശ്ചയിച്ചാൽ മതിയെന്നാണ് തീരുമാനം. 200 കോടി രൂപയാണ് മോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി ചെലവഴിച്ചിരിക്കുന്നതെന്നും എന്ത് ഫലമാണ് ഇതിൽ നിന്ന് ഉണ്ടായതെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ചോദിച്ചു. തന്റെ പ്രശസ്തിക്ക് വേണ്ടി സെൽഫി എടുക്കുന്നതിനുമാണ് അദ്ദേഹം സന്ദർശനങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സ്നേഹമാണ് വിശ്വാസം എന്ന പ്രമേയത്തിൽ കോഴിക്കോട് നടക്കുന്ന ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രബോധനത്തിന്റെ അനന്ത സാധ്യതകൾ ചർച്ച ചെയ്യുന്ന രാജ്യാന്തര ദഅ്വാ സംഗമത്തിന് പൂനൂർ മർക്കസ് ഗാർഡനിൽ 8-ന് തുടക്കമാകും.
ലോകരാജ്യങ്ങളിൽ ദഅവാപ്രവർത്തന മേഖലയിൽ പരിചിതരായ നേതാക്കൾ സംബന്ധിക്കുന്ന ചരിത്ര സംഗമത്തിന് പൂനൂരിന്റെ മണ്ണും മനസ്സും ഒരുങ്ങി. സമ്മേളനത്തിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിത്തുടങ്ങി. ഇന്ത്യയിൽ നിന്നുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിഷയാവതരണങ്ങൾക്ക് പുറമെ യമൻ, സുഡാൻ, അമേരിക്ക, ബ്രിട്ടൻ, തുർക്കി, കാനഡ, ഓസ്ട്രേലിയ, ഫിജി, ഹോങ്കോങ്, ജോർദാൻ, ലിബിയ, സൊമാലിയ, ലബനാൻ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും സംബന്ധിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 1000 യുവ പണ്ഡിതന്മാരും പ്രൊഫഷണലുകളുമാണ് പരിപാടിയിൽ സ്ഥിരാംഗങ്ങളായി സംബന്ധിക്കുക. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹസംഗമം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ അധ്യക്ഷതയിൽ അപ്പോളോ മൂസഹാജി ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുൽ നാസർ സഖാഫി, അബൂ സ്വാലിഹ് സഖാഫി, മുഹമ്മദ് അലി കിനാലൂർ പ്രസംഗിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി 5, 6, 7 തീയതികളിൽ നടക്കുന്ന പ്രഭാഷണ സദസ്സുകൾക്ക് അബ്ദുൽ വാസി ബാക്കവി കുറ്റിപ്പുറം, അബ്ദുൽ ഖാദർ അഹ്സനി മമ്പേരി, അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി എന്നിവർ നേതൃത്വം നൽകും. ഡൽഹി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമലക്ക് മാനേജ്മെന്റ് സയൻസിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. ഇന്ത്യയിൽ പലിശരഹിത സാമ്പത്തിക ക്രമത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ജാമിയ മില്ലിയയിലെ സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്നാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. അരീക്കോട് മജ്മയിൽ നിന്നും സിദ്ദീഖി ബിരുദവും കാരന്തൂർ മർക്കസിൽ നിന്ന് സഖാഫി, കാമിൽ സഖാഫി, അസ്ഹരി ബിരുദങ്ങളും കരസ്ഥമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഫസ്റ്റ് ക്ലാസോടെ പാസ്സായ അദ്ദേഹം 2010 ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ യൂണിയൻ റിസർച്ച് ഫെലോഷിപ്പിനും 2013 സീനിയർ റിസർച്ച് ഫെലോഷിപ്പിനും അർഹനായി. പൂനൂർ മർക്കസ് ഗാർഡനിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഗ്ലോബൽ സ്റ്റുഡന്റ്സ് വില്ലേജ് സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽ കൂടിയാണ്. SSF ഉപസമിതികളായ വിസ്ഡം, കലാലയം എന്നിവയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഉമറുൽ ഫാറൂഖ് സഖാഫിയെ മർക്കസ് ചാൻസലർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഡയറക്ടർ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയും അഭിനന്ദിച്ചു. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സിൽവർ ജൂബിലി 25ന് കർമ്മ പദ്ധതിയിൽപ്പെട്ട ദാറുൽ മുഅല്ലിം ഭവന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ നിർമ്മിച്ച വീടിന്റെ ഉദ്ഘാടനം SJM സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ നിർവഹിച്ചു. സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, VV അബൂബക്കർ സഖാഫി, ജാബിർ ജൌഹരി, സ്വാബിർ സൈനി, നെജുമുദ്ദീൻ അമാനി, മുഫത്തിഷ് മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയുല്ലാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മക്കാം 18ാമത് ആണ്ട് നേർച്ച 7 മുതൽ 10 വരെ ചെറുവണ്ണൂർ മലയിൽ മക്കാമിൽ നടക്കും. 7ന് രാവിലെ 10 മണിക്ക് MV ഇബ്രാഹിം മുസ്ലിയാർ പതാക ഉയർത്തുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക. സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6:30 സ്വലാത്ത് മജ്ലിസ് ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് നേതൃത്വം നൽകും. 8ന് 2:30 തദ്ക്കാറെ ജീലാനി സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര പ്രഭാഷണം നടത്തും. 2013-15 വർഷത്തിൽ മർക്കസ് ഹാദിയയുടെ വിവിധ സെന്ററുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഈ മാസം 9ന് കാരന്തൂർ മർക്കസിൽ നടക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. SSLC കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം ഇസ്ലാമിക വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി മർക്കസ് നടത്തുന്ന കോഴ്സാണ് ഹാദിയ. കാരന്തൂർ മർക്കസ് ഹാദിയ അക്കാദമിയിൽ നിന്നും അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങും. സെന്റർ മേധാവികൾ അക്കാദമി ഓഫ് വുമൺ ആൻഡ് ഇസ്ലാമിക് സയൻസ് കോർഡിനേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ബഹ്റൈന്റെ വികസനത്തിൽ പ്രവാസികളുടെ പങ്ക് നിർണായകമാണെന്നും രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ബുദയ്യ മുനിസിപ്പൽ കൌൺസിൽ അംഗം അബ്ദുള്ള അദ്ദുസരി പറഞ്ഞു. ICF മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി ബുദയ്യ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച മദ്ഹ് റസൂൽ സമ്മേളനത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SK മുഹമ്മദ് കുഞ്ഞിയുടെ അധ്യക്ഷതയിൽ KK അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുവത്സരത്തിൽ ഇരുട്ടടിയായി പാചകവാതക വിലയിൽ വൻ വർധന. വീരേന്ദ്രകുമാറിനെ ഇടതുമുന്നണിയിലേക്ക് നേരിട്ട് സ്വാഗതം ചെയ്ത് പിണറായി വിജയൻ, പിണക്കം മറന്ന് പഴയ കൂട്ടുകാർ. കണ്ണൂർ വിമാനത്താവളം പരീക്ഷണ പറക്കൽ പ്രഖ്യാപിത ദിനത്തിൽ പാവവിമാനം പറത്തി നാട്ടുകാരുടെ പ്രതിഷേധം. സ്നേഹമാണ് വിശ്വാസം അന്താരാഷ്ട്ര ദഅ്വാ സമ്മേളനത്തിന് മദീനത്തുന്നൂർ ഒരുങ്ങി. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിത്തുടങ്ങി. ഡൽഹി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമലക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. പുതുവത്സര ദിനത്തിൽ വാഹന നിയന്ത്രണ പരിഷ്കാരത്തിന് മികച്ച പ്രതികരണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രകൾ കുറക്കാനൊരുങ്ങുന്നു. അത്യാവശ്യ യാത്രകൾ മാത്രം മതിയെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.